ഹലോ ഗായ്സ്, അങ്ങനെ ഞാനും തുടങ്ങിയൊരു മിനി വ്ളോഗ്. കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചെയ്താലോ, പിന്നെ മടിയും ഇതൊക്കെ കൊണ്ട് അവിടെ വെച്ചു. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എണീച്ചപ്പോൾ പെട്ടെന്ന് തോന്നി ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, ഞാനും ഒരു വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ബാൽക്കണിയൊക്കെ തുറന്ന് നല്ല വ്യൂ ഒക്കെ കാണിക്കാമല്ലോ എന്ന് വെച്ച് തുറന്നതാണ്. അടിപൊളി പീസ് ഓഫ് മൈൻഡ്, ആരുമില്ല, ഒരു ബഹളവുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ കുറേ മോളെ എണീക്കാൻ ശ്രമിച്ച്. കുറേ പരിശ്രമത്തിന് ശേഷമാണ് അവൾ എണീച്ചത്. അവളങ്ങനെ പെട്ടെന്ന് എണീക്കുന്ന ആളൊന്നുമല്ല. അത് കഴിഞ്ഞ് മെല്ലെ എന്തോന്നറിയില്ല, ഇന്ന് ഭാഗ്യത്തിന് കരഞ്ഞിട്ടില്ല കേട്ടോ. അല്ലേ എപ്പോഴും എണീക്കുമ്പോൾ ഒരു കരച്ചിലും ഇതൊക്കെ പതിവാണ്. ഇന്ന് എന്തോന്നറിയില്ല, അവളെ തന്നെ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ നല്ല ഇതിൽ എണീച്ചത്. അത് കഴിഞ്ഞ് ഒരു മസാല ദോശയാക്കി. സൺഡേ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വേണ്ടേ, അങ്ങനെ മസാല ദോശയാക്കി. പിന്നെ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കാനൊക്കെയുള്ള ഒരു സ്പേസും കാര്യവും അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ മോളെയും കൂട്ടിക്കൊണ്ടുപോയി. ഇത് പണ്ടേ ഉള്ളൊരു ഷിപ്പാട്ടോ. ഇതവരെന്തോ മ്യൂസിയം ആക്കേണ്ട പരിപാടി അങ്ങനെ എന്തോ ആണ്. ഇപ്പം അതെന്തോ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പണി പൂർത്തിയായതൊന്നുമില്ല. അതിൻ്റെ അകത്തുള്ളിൽ ആൾക്കാർ ഒരുപാടുണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ പാർക്കിൽ കുറച്ച് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ അവളെ ഇരുത്തി അവളെ ഹാപ്പിയാക്കി. അവളെ ഹാപ്പിയാക്കിയാലും നമ്മളും ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മാളിലേക്ക് പോയി. ഒരു റൈഡിൽ അവളെ കയറ്റി. അവൾക്ക് ഏറ്റവും ഇഷ്ടമാണോ ക്രിസ്പി ചിക്കൻ, അത് വാങ്ങാനായിട്ടാ നമ്മൾ ഈ മാളിലേക്ക് പോകുന്നത്. മാളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു റൈഡിൽ കയറണം നോക്ക് നിർബന്ധമാണ്. അങ്ങനെ അതിലും കയറ്റി അവൾക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്പി ചിക്കനും വാങ്ങിച്ചു കൊടുത്ത്. അതും കഴിഞ്ഞ് നമ്മൾ മാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതാ ഫ്ലൈറ്റ് പോകുന്നു. ഇത് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നമുക്ക് എയർപോർട്ട് സൈഡിൽ പോയിട്ട് ഫ്ലൈ ഓവർ ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കണ്ടാലോ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഇതേ പോന്നാണ്ടോ, ഇത് എയർ ഏഷ്യ കേട്ടോ. അങ്ങനെ അതും കണ്ട് അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു.